Hello, my dear friends. I'm your teacher Amma, and welcome back to my easy English class. Today, we are going to learn about past perfect tense, the third member of past tense family. So, let's go to the class. ഡിയർ ഫ്രണ്ട്സ്, പാസ്റ്റ് ടെൻസ് ഫാമിലിയിലെ രണ്ട് കൂട്ടുകാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അവരുടെ ഉദാഹരണങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സ്ട്രക്ചറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, മൂന്നാമത്തെ മെമ്പർ. ഓരോ ടെൻസിലും 4 വീതം മെമ്പറാണ് ഉള്ളത്. പ്രസൻറ്റ് ടെൻസിൽ 4 പേർ, പാസ്റ്റ് ടെൻസിൽ 4 പേർ, ഫ്യൂച്ചർ ടെൻസിൽ 4 പേർ. അങ്ങനെ 12 ടെൻസുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഓരോ ടെൻസിലെയും മൂന്നാമത്തെ ആളെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിലെ 3 പേരെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാസ്റ്റ് ടെൻസിലെ മൂന്നാമത്തെ ആളെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പഠിച്ചത്, പ്രസൻറ്റ് ടെൻസ് ഫാമിലിയിലെ മൂന്നാമത്തെ ആളെ. ഇന്ന് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ഫാമിലിയിലെ മൂന്നാമത്തെ ആൾ. So, past perfect tense is used when you are talking about 2 events in the past, but one happened before the other. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു സംഭവമാണ്. 2 സംഭവങ്ങൾ കഴിഞ്ഞു പോയതിൽ ആദ്യത്തേതിനെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് 2 events, 2 സംഭവങ്ങൾ. ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച 2 സംഭവങ്ങളിൽ ആദ്യത്തേതിനെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ബട്ട് വൺ ഹാപ്പൻഡ് ബിഫോർ ദ അതർ, ഒന്നിനു മുമ്പേ ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കത് എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ മനസ്സിലാവും. വൺസ് മോർ, past perfect tense is used when you are talking about 2 events in the past, but one happened before the other. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, പ്ലസ് ഹാഡ് ഉണ്ടായിരിക്കും, പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഹാഡ് ഉപയോഗിക്കണം, കൂടെ തന്നെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം V3 ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഭൂതകൃത്യ രൂപം കൂടി നമ്മൾ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ഇറ്റൺ ബിഫോർ ഷീ കെയിം. ഇവിടെ 2 ഈവൻ്റാണ് നടന്നിട്ടുള്ളത്. നോക്കൂ, ഐ ഹാഡ് ഇറ്റൺ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ബിഫോർ ഷീ കെയിം, അവൾ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞു, ഞാൻ കഴിച്ചും കഴിഞ്ഞു. 2 കാര്യങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇവിടെ ഐ എന്നത് സബ്ജക്റ്റാണ്, കൂടെ ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നു. ഈറ്റൺ എന്ന വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ്. നോക്കൂ, ഈറ്റൺ. ഇനി രണ്ടാമത്തെ നോക്കൂ, കെയിമാണ്. കെയിം എന്ന് പറയുമ്പോൾ വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്, V2. കെയിം, അവൾ വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്നതാണ് past perfect tense. So, I will give some examples of the past perfect tense. Examples for past perfect tense. I had slept well. ഞാൻ നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഇനിയും ഒരു സെൻറ്റൻസിന് സ്ഥലമുണ്ട്. നമുക്കത് തോന്നുന്നുണ്ട്. മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഐ ഹാഡ് സ്ലെപ്റ്റ് വെൽ, ഞാൻ നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ നന്നായി ഉറങ്ങി എന്നത് പാസ്റ്റിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നതാണ്, അല്ലേ? പക്ഷേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇനിയും ഒരു വാചകം അവിടെ വരാനുണ്ട്. ഷീ ഹാഡ് ലെഫ്റ്റ് ഏർലി, അവൾ നേരത്തെ പോയി കഴിഞ്ഞിരുന്നു. പോയി എന്നല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്, ഷീ ഹാഡ് ലെഫ്റ്റ് ഏർലി. അവിടെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ലെഫ്റ്റാണ്. അവൾ നേരത്തെ പോയി കഴിഞ്ഞിരുന്നു. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് കീസ്, അവൻ തൻ്റെ താക്കോൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു.
They had won the game. അവർ കളി ജയിച്ചു കഴിഞ്ഞിരുന്നു. You had called me. നീ എന്നെ വിളിച്ചു കഴിഞ്ഞിരുന്നു. The dog had run away. നായ ഓടിപ്പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം വീണ്ടും രണ്ടാമതൊരു വാചകം അപ്പുറത്ത് ഉണ്ട്. അപ്പോൾ അതിലാദ്യത്തെ മാത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചത്, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇതുപോലത്തെ ഉദാഹരണങ്ങൾ കൂട്ടുകാർ ഗ്രാമർ നോട്ടിൽ എഴുതി വയ്ക്കാൻ മറക്കരുത്. മലയാളം കൂടി എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ടെൻസിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. Dear friends, find more examples for past perfect tense and write them down in your notebook. Okay. Here I wind up today's class. See you in the next class. Till then, bye bye.